ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ മാറാത്ത മൂല്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അതിപ്രസരത്തിൽ പല മൂല്യങ്ങളെയും നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ വരുമ്പോൾ മനുഷ്യത്വം അവന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ തിരക്ക് പിടിച്ച ജീവിതമുള്ളവരാണ്, ജീവിതശൈലിയാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മിഥ്യാധാരണ എന്നുണ്ട്. വളരെ ഫാസ്റ്റ് ലൈഫ് എന്നാണ് പറയുന്നത്. ഒരു രീതിയിൽ നോക്കിയാൽ ഒരു ഫാസ്റ്റ് ലൈഫാണ്. പക്ഷേ മറ്റു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ, അതിന് മറുവശം നോക്കുമ്പോൾ, എവിടേക്കാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നത്? യഥാർത്ഥത്തിൽ ഫാസ്റ്റ് ലൈഫ് ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് ഒരു ലൈഫ് ആർക്കുമില്ല. നമ്മൾ പലതും ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടെ എത്രമാത്രം ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഇതിൻ്റെ അടിത്തറയായിട്ട് മാറാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. അപ്പോൾ അത് കുടുംബ ബന്ധങ്ങളിലാണ് അത് നമ്മൾ കാണുന്നത്. ദൗർഭാഗ്യമെന്ന് പറയാം. ആ ബന്ധങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ അതിപ്രസരത്തിൽ ഇവിടെയും അത് ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു. മാതാപിതാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത, അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ ഉള്ള മനസ്സില്ലാത്ത രീതിയിലേക്ക് കുട്ടികൾ, യുവത മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾഡ് ഏജ് ഹോമുകളും വർദ്ധിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഒരു അധികപ്പറ്റായി ഇവിടെ വരുന്നത്? നമ്മളത് മുൻപ് സൂചിപ്പിച്ചു. മാതാപിതാക്കളുടെ കടമകൾ, മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൻ്റെ അവർക്ക് വ്യക്തമായ അറിവില്ലാത്തതിൻ്റെ അഭാവം. ഇവിടെ ഇത് തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ടാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ, ഗുരുവിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഗർഭാവസ്ഥ മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൂല്യങ്ങൾ ഗർഭാവസ്ഥയിൽ തുടങ്ങി അതിങ്ങനെ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ, ഓർമ്മകൾ ഗർഭാവസ്ഥയിലുണ്ട്, അത് നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നു വരികയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൂല്യങ്ങളെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വെറുതെ ആരും അച്ഛനും അമ്മയും ആകില്ല. പേരുകൊണ്ട് മാത്രം അങ്ങനെ ആകാവുന്നതല്ല. അതുകൊണ്ട് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ അവരുടെ കടമകൾ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ, ഒരു സംസ്കാരം കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കേണ്ട അതിൻ്റെ ഗൗരവം ഒക്കെ നമ്മൾക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാറുന്ന സമൂഹത്തിൽ മാറാത്ത മൂല്യങ്ങളെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ സ്കൂളിലും കോളേജിൽ നിന്നും ഒന്നും നമുക്ക് യാതൊരു തരത്തിലുമുള്ള മൂല്യങ്ങളെ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മൂല്യങ്ങൾ അത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളാണ്. ആധ്യാത്മികത എന്ന് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല.
ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ എന്നും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ സ്വഭാവത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കി കൊണ്ട് പോയാൽ മാത്രമേ ഒരു സമത്വ സുന്ദരമായ ഒരു ജീവിതം, ഭാവി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ വർത്തമാന കാലത്തിൽ പോലും അതിന് ഒരു വ്യക്തത, അതിനൊരു തെളിച്ചം നമുക്കുണ്ടാകണമെങ്കിൽ ആ ഒരു അവബോധം തീർച്ചയായിട്ടും വേണം. മൂല്യങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ ഒരിക്കലും നമ്മൾ കൈവിടാതെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണുള്ളത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുവാൻ ഏവരും പരിശ്രമിക്കുക. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.